കാസർഗോഡ് വലിയപറമ്പ് കന്നുവീട് കടപ്പുറം ശ്രീ സ്വാമിമഠം ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി പുലർച്ചെ അരങ്ങിലേക്കെത്തിയ അഗ്നികണ്ഠ കർണൻ തെയ്യത്തെ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രം സന്നിധിയിൽ എത്തിയത്. ഭയപ്പെടുത്തുന്ന രൂപഭാവങ്ങളോടെയാണ് അഗ്നികണ്ഠ കർണൻ തെയ്യം അരങ്ങിലെത്തുന്നത്. തെയ്യം തിരുമുടിയേറ്റുന്നതോടെ ക്ഷേത്രം പരിസരത്തെ വൈദ്യുതി വിളക്കുകളെല്ലാം അണയ്ക്കും. അരയിലെ 16 വലിയ തീപ്പന്തങ്ങളുടെ പ്രഭയിൽ അഗ്നികണ്ഠ കർണൻ സ്വയം ഒരു തീഗോളം പോലെ ജ്വലിക്കും. വലിയ വീർത്തപ്പോയ കണ്ണുകളും മുഖത്തെ വസൂരിക്കലയും നെഞ്ചിലേക്ക് നീളുന്ന കരിന്താടിയും തീപ്പന്തങ്ങളുടെ ചുവന്ന വെളിച്ചത്തിൽ കൂടുതൽ ഭയാനകമാകും. കവുങ്ങിൻ തടിയിലും കുരുത്തോലയിലും തീർത്ത 12 അടി തിരുമുടിയേന്തി തെയ്യം 3 തവണ ക്ഷേത്രം വലം വയ്ക്കും. ഭദ്രകാളിയുടെ വസൂരി രോഗം മാറ്റാൻ പരമശിവന്റെ കണ്ഠത്തിൽ ജനിച്ച് കർണത്തിലൂടി പുറത്തുവന്ന മന്ത്രമൂർത്തിയാണ് അഗ്നികണ്ഠ കർണൻ എന്നാണ് വിശ്വാസം. ഭദ്രകാളിയുടെ വസൂരി നീക്കിയ മൂർത്തി മനുഷ്യകുലത്തെ ബാധിച്ച വസൂരി രോഗം മാറ്റാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളിയെന്നും വിശ്വസിക്കപ്പെടുന്നു. കന്നുവീട് കടപ്പുറത്തിന്റെ നാട്ടുദൈവമായി അഗ്നികണ്ഠ കർണനെ കെട്ടിയാടിക്കുന്നതിൽ മറ്റൊരൈതിഹ്യം കൂടിയുണ്ട്. പ്രദേശത്ത് തപസ്സനുഷ്ഠിച്ചിരുന്ന സ്വാമി എന്ന് വിളിച്ചിരുന്ന ഒരു മുനിവരൻ ഏറ്റുകാരനാൽ കൊല്ലപ്പെടുകയും തുടർന്ന് സ്വാമിയുടെ ആരാധനാമൂർത്തിയായ അഗ്നികണ്ഠ കർണൻ നാട്ടിൽ ശാപം വിതയ്ക്കുകയും ചെയ്തു. പൊറുതിമുട്ടിയ നാട്ടുകാർ ക്ഷേത്രം പണിത് അഗ്നികണ്ഠ കർണനെ കുടിയിരുത്തി ആരാധിച്ചു വന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്നും തുടർന്നു വരുന്ന തെയ്യം കൊട്ട്.